ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഹെൻറിച്ച് ബോയിലിൻ്റെ അതിസുന്ദരമായ നോവലിൽ ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതുന്ന പ്രണയലേഖനം തുടങ്ങുന്നത് ഇങ്ങനെ: After meeting you, I begin to believe in miracles because you are the miracle in my life. നിന്നെ കണ്ടറിഞ്ഞ നാൾ മുതൽ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, കാരണം നീ എൻ്റെ ജീവിതത്തിലെ അത്ഭുതമാണ്. ചില മനുഷ്യർ അങ്ങനെയാണ്, അത്ഭുതം പോലെയാണ്. അവരുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞു കഴിയുമ്പോൾ മനുഷ്യർ ദൈവത്തിൽ വിശ്വസിച്ചു പോകും, മാലാഖമാരിൽ വിശ്വസിച്ചു പോകും. അവർ നടന്നു പോകുന്ന വഴികളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ വന്ന് വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. അവർ നടന്നു പോകുന്ന വഴികളിൽ വേനൽക്കാലത്തും വസന്തത്തിൻ്റെ അനുഭവവും അനുഭൂതിയും ഉണ്ടാവും. അങ്ങനെ അത്ഭുതകരമായ സ്നേഹത്തിൽ ജീവിക്കുന്നവരെ നമ്മൾ വിശുദ്ധർ എന്ന് പേരിട്ട് വിളിക്കുന്നു. എൻ്റെ കയ്യിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോയെക്കുറിച്ചുള്ള സോഫിയ ബുക്സിൻ്റെ പുസ്തകം അത്ഭുത ബാലൻ എന്ന ശീർഷകത്തിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത, വിശുദ്ധ ഡോൺ ബോസ്കോയാണ് ഡൊമിനിക്കോ സാവിയോ എന്ന തൻ്റെ ശിഷ്യനെക്കുറിച്ച് ഹൃദയപൂർവ്വം എഴുതുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണിത്. ഇന്ന് ഹീറോസ് പലപ്പോഴും തലതിരിഞ്ഞ ഹീറോസാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എത്തേണ്ടടുത്തല്ല ഈ ഹീറോയിസത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട് എത്തിച്ചേരുന്നത്. നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിച്ചേരണം എന്ന് മനഃശാസ്ത്രത്തിൽ പറയാറുണ്ട്. യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. പക്ഷേ എത്തേണ്ടടുത്തല്ല പലപ്പോഴും ഇപ്പോൾ കുട്ടികൾ എത്തിച്ചേരുന്നത്. കാരണം സൂചകങ്ങളായി വഴികാട്ടികളായി നിൽക്കുന്ന പലരും എത്തേണ്ടയിടത്തേക്കല്ല അവരെ നയിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ലാത്തിടങ്ങളിലേക്കാണ് അവർ നയിക്കപ്പെടുക. ഇത്തരം ഒരവസ്ഥയിൽ അത്ഭുതകരമായ നിഷ്കളങ്കതയോട് ജീവിച്ച നിഷ്കളങ്കതയുടെ ഒരു വിശുദ്ധനെ പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ ജീവിച്ചയാൾ, അതാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഇദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ വഴികളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുന്നത് നല്ലതാണ്. കാരണം നമ്മളിലേക്കുള്ള കുഞ്ഞുങ്ങൾ, ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾ അകാല മരണം സംഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം. നമ്മളുടെയൊക്കെ ധാരണ നമ്മളൊക്കെ ഒരുപാട് വളർന്നു. ടു പ്രാക്ടിക്കൽ, ടു റാഷണൽ, ടു ഫിലോസഫിക്കൽ, ടു മച്ച് ഓഫ് ദിസ് ആൻഡ് ദാറ്റ്, ആൻഡ് ബട്ട് എസെൻഷ്യൽ തിങ്സ് ആർ ഡെഡ് ആൻഡ് ഗോൺ വിത്ത് ദ വിൻഡ്. ഏതോ കാറ്റെടുത്ത് പോയിരിക്കുകയാണ് ഉള്ളിലുള്ള നന്മയുടെ ഭാവങ്ങൾ മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ധ്യാന വിഷയമായി മുന്നിൽ നിർത്തണം. ചുള്ളിക്കാട് കുട്ടികളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും എഴുതുമ്പോൾ പറയുന്നത്, തങ്ങളുടെ ദേവദീപ്തമായ കണ്ണുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ അധ്യാപകരെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തന്ന ശുദ്ധീകരണ ഉപകരണങ്ങളായിരുന്നു. അത് മനസ്സിലാക്കാതെ അവരെ ദിവസവും ശുദ്ധീകരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ദൈവം വിട്ടു തന്നാണ് നിങ്ങളെ കുഞ്ഞുങ്ങളെ. അവരെ നന്നാക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതിനിടയിൽ നമ്മൾ സ്വയം നന്നാകുന്ന കാര്യം മറന്നു പോകുന്നു. നിങ്ങളെ നന്നാക്കാൻ മക്കളെ നിങ്ങൾ അനുവദിക്കാറില്ല. ഇവിടെ ഡോൺ ബോസ്കോ എന്ന കൊച്ചുകുട്ടിയെ നോക്കുക. അവനത് പഠിക്കാനായിട്ട് ധാരാളം കാര്യമുണ്ട്. ഒന്ന്, ഈ കുട്ടിക്കുറുമ്പ് കുഞ്ഞുങ്ങൾക്ക് അഴകാണ് എന്ന സാധാരണ ഒരു ചിന്തയുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ മൂലമായിരിക്കുന്നൊരു ചിന്തയാണ്. അതായത് കുട്ടിക്കുറുമ്പ് അത് നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ കുട്ടിക്കുറുമ്പ് കാര്യമായി ഇല്ലാതിരുന്ന ഒരാളാണ് ഡൊമിനിക് സാവിയോ. അവൻ ജോലി കഴിഞ്ഞ് വരുന്ന ഡാഡിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും, അദ്ദേഹത്തിൻ്റെ കവിളുകളിൽ ചുംബിക്കും, എന്നിട്ട് പറയും, ഞാൻ അങ്ങേ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഡാഡി വർക്ക് ചെയ്യാൻ പോയപ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ. അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും തെറിപ്പിച്ച് വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കുന്ന സാധാരണ കുട്ടികൾക്ക് അപവാദമായിട്ട് എല്ലാം അടക്കി വെക്കും, എല്ലാം ഒതുക്കി വെക്കും.
അമ്മയെ സഹായിക്കും, അപ്പനെ സഹായിക്കും, വീട് വൃത്തിയായി സൂക്ഷിക്കുവാൻ വേണ്ടി നിരന്തരം ശ്രമിക്കും. ഇതൊക്കെയാണ് വിശുദ്ധരുടെ വഴി. ഇനി ആദ്യം പറഞ്ഞ കുട്ടിക്കുറുമ്പ് വിശേഷങ്ങളിലേക്ക്. നമ്മളുടെയൊക്കെ ഒരു അബദ്ധ ധാരണയുണ്ട്, കുഞ്ഞുങ്ങൾ കാണിക്കുന്ന കുട്ടിക്കുറുമ്പുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കണമെന്ന്. അതിന് നമ്മൾ വലിയ ഒരു സൗന്ദര്യം കൊടുക്കും. പക്ഷേ മനഃശാസ്ത്രം പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അത് മനഃശാസ്ത്രം പഠിച്ച ഒരാളെന്ന നിലയിലല്ല ഞാനിപ്പോൾ സംസാരിക്കുക. മനഃശാസ്ത്രം പറഞ്ഞു തരുന്നത്, നിങ്ങൾ ചെറുപ്പകാലത്തിൽ അനുവദിക്കുന്ന എന്തോ അത് കുഞ്ഞുങ്ങൾ ശീലമാക്കി മാറ്റും എന്നാണ്. ഉദാഹരണം പറയാം. ഭയങ്കര ദേഷ്യത്തോടു കൂടി ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് കിട്ടാതെ വരുമ്പോൾ പാത്രങ്ങൾ എറിഞ്ഞു കൊടുക്കുകയോ കളിപ്പാട്ടങ്ങൾ പൊട്ടിക്കുകയോ വാതിൽ കൊട്ടിയടക്കുകയോ ചെയ്യുന്ന കുഞ്ഞിൻ്റെ കുസൃതിത്തരങ്ങൾ കാണുമ്പോൾ മാതാപിതാക്കൾ വലിയ പ്രോത്സാഹനമെന്ന മട്ടിൽ ചിരിച്ചുകൊണ്ടേയിരിക്കും. ചിരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കുഞ്ഞിതുപോലുള്ള ദേഷ്യങ്ങൾ ഒരുപാട് കാണിക്കും. അടുത്തുള്ളവരെ പിച്ചി ചീന്തിയും അവരെ കടിക്കും, മാന്തും. ഇതെല്ലാം കുട്ടിക്കുറുമ്പായി കണ്ട് നമ്മൾ ആഹ്ലാദത്തോടെ തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ മനഃശാസ്ത്ര തത്വം അനുസരിച്ച് അങ്ങനെ അതിര് കവിയുന്ന കുട്ടിക്കുറുമ്പിനെ നിങ്ങൾ ചിരികൊണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു ക്രിമിനലിനെയാണ് നിങ്ങൾ മെല്ലെ വളർത്തിയെടുക്കുക. അവിടെ അവൻ്റെ ഈ കുട്ടിക്കുറുമ്പിനെ തടയിടേണ്ടതായിരുന്നു. അതുപോലെ തന്നെ മദ്യപിക്കുന്ന ഡാഡി അല്പം മദ്യം കുഞ്ഞിനൊഴിച്ചു കൊടുക്കുന്നു. അവന് ഒരു കൂസലുമില്ലാതെ അത് അകത്താക്കുന്ന കാണുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു, വാ എന്ന മട്ടിൽ. ഇതേ കുഞ്ഞ് പിന്നീട് മദ്യാസക്തനായി മാറുമ്പോൾ എല്ലാവരും കരുതുന്നത് എങ്ങനെ സംഭവിച്ചത് നിങ്ങളുടെ കുട്ടിക്കുറുമ്പിനെ ലാഘവത്വത്തോടെ കാണുന്ന ട്രീറ്റ്മെൻറ്റ് രീതിയിലൂടെ ആയിരുന്നു. ഇത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ചെറുവാശികളൊക്കെ വലിയ സൗന്ദര്യം ഉളവാക്കും കുട്ടിയായിരിക്കുമ്പോൾ. കുട്ടികളുടെ വാശി കാണാൻ നല്ല രസമാണ്. അവരും ദേഷ്യപ്പെടുന്നത് കാണാൻ രസമാണ്. അവരുടെ കോപാക്രാന്തമായ ഏതൊരു പ്രവൃത്തിയും രസകരമാണ്. അത് രസകരമായതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു പുഷ് നൽകുന്നുണ്ട്. പോസിറ്റീവ് പുഷാണ്. പക്ഷെ ഓർക്കണം, ആ പുഷ് കുഞ്ഞുങ്ങളെ അവരുടെ തന്നെ വലിയ വീഴ്ചയിലേക്ക് തള്ളിയിടുന്ന ഒരു പുഷാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തണം. വീണ്ടും സ്കൂൾ പെഡഗജിയിലെ പാഠത്തിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. കൈൻഡ് ആകാൻ ഇടയ്ക്ക് ക്രൂവലാകണം. ക്രൂവലായില്ലെങ്കിൽ യഥാർത്ഥ ദയയോടുകൂടി കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ പറ്റുകയില്ല. ഡൊമിനിക് സാവിയുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു ബോധം ഉണ്ടായിരുന്നിരിക്കാം. സാധാരണ മനുഷ്യരായിരുന്നവർ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ വേണ്ട വിധത്തിൽ ശിക്ഷണത്തിലൂടെ നടത്തുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. ഇനി ഡൊമിനിക് സാവിയോ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ചെറുപ്രായത്തിൽ തന്നെ എല്ലാ പ്രാർത്ഥനകളും ഈ കുഞ്ഞിന് കാണാപ്പാടായിരുന്നു. രാവിലെയുള്ള പ്രാർത്ഥന, മധ്യാഹ്ന പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, പിന്നെ ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന, ഭക്ഷണത്തിന് ശേഷമുള്ള പ്രാർത്ഥന, ഇതെല്ലാം കാണാപ്പാടം കുഞ്ഞ് പഠിച്ചിരുന്നത് കൊണ്ട് കൃത്യമായി ഓർമ്മപ്പെടുത്താൻ അവനാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇനി എന്നെ കേട്ടിരിക്കുന്ന മാതാപിതാക്കളോട് അടുത്തൊരു ചോദ്യം, നിങ്ങളുടെ മക്കൾക്ക് ഏതൊക്കെ പ്രാർത്ഥനകൾ കാണാപ്പാടം അറിയാം? കുഞ്ഞിനൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സന്തോഷം പോലെയാണ്. ഇത് ഇപ്പോഴത്തെ പല കുഞ്ഞുങ്ങൾക്കും മലയാളം അറിഞ്ഞുകൂടാ എന്ന് അമ്മമാർ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ത് വിഡ്ഢിത്തമാണത്! ജനിച്ച നാട്ടിലെ ഭാഷ അറിയാൻ പാടില്ല എന്ന് മകനൊരു പൊട്ടനാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്. ഈ പറയുന്ന അമ്മ അതിനേക്കാളും വലിയ പൊട്ടത്തരത്തിനുടമയാണെന്ന് പറയാതെ പറയുകയാണ്. സ്വയം നൽകുന്നൊരു ഡെഫിനേഷനാണത്. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനകളൊന്നും കുഞ്ഞിന് അറിഞ്ഞുകൂടാ എന്ന മട്ടിൽ കുഞ്ഞെന്തൊക്കെയോ വേറെ ഏതൊരു ലോകത്താണ് എന്ന് മട്ടിൽ പറയുമ്പോൾ ശരിക്കും വിഡ്ഢിത്തത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ ആദ്യം പഠിച്ചെടുക്കുന്നത് പ്രാർത്ഥനകളാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിത്വ വികസനത്തിന് അത് വളരെ സഹായകമായിരുന്നു. നന്മ നിറഞ്ഞ കുറേ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിടാൻ സാധിക്കുന്നതും ആ കുറിച്ചിട്ടത് പിന്നീട് പാഠമായി ഓർത്തു ചെല്ലുന്നതൊക്കെ സുന്ദരമായ കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഏതെല്ലാം പ്രാർത്ഥനകൾ കാണാപ്പാടറിയാം? എപ്പോഴൊക്കെ അവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥനകളെക്കുറിച്ചൊക്കെ? ഡൊമിനിക് സാവിയോ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ആളായിരുന്നു അത്രേ കുഞ്ഞായിരിക്കുമ്പോൾ. ഭക്ഷണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും പ്രാർത്ഥന ചൊല്ലാൻ മറന്നുപോയി കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഓർമ്മപ്പെടുത്തുക. വീണ്ടും ഒരു ചോദ്യം, കുസൃതി ചോദ്യമായിരിക്കും, ഭക്ഷണത്തിന് മുമ്പ് എത്ര പേർ ഇപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്? നമ്മുടെ നാട്ടിലുള്ള
സുന്ദരമായ ആചാരങ്ങളിൽ ഒന്നായിരുന്നു അത്. നമ്മൾ എത്ര പേർ ഇപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്? ഇതൊരു അച്ഛനെന്ന നിലയിലല്ല ഇതൊക്കെ ചോദിക്കുന്നത്. സാധാരണ കുടുംബത്തെ അനുഭാവത്തോട് നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിലാണ്. ഈ പ്രാർത്ഥിച്ചൊക്കെ ഭക്ഷിക്കാനിരിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു സൗന്ദര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ എന്നൊന്ന് ചോദിക്കുക. ചോദ്യത്തിന് ഉത്തരം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മക്കൾ കൊടുക്കേണ്ട ഡിറക്ഷൻ മാതാപിതാക്കളാണല്ലോ കൊടുക്കേണ്ടത്. ഡൊമിനിക് സാവിയോ ഒരിക്കൽ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥനയും കൂടാതെ എല്ലാ ഭക്ഷണവും ഇങ്ങനെ ഒരു മൃഗത്തെ പോലെ അകത്തേക്ക് കുത്തി ഇറക്കുന്ന ഒരാളെ കാണുന്നു. ഒന്നും പറയാതെ. ചെറിയ പയ്യനാണ്. അവൻ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു, ഒരു മൂലയിൽ നിൽക്കുന്നു. അമ്മ ചോദിച്ചു, എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഡൊമിനിക് സാവിയോ പറയുന്നു, മൃഗങ്ങളെ പോലുന്ന തിന്നുന്നൊരു മനുഷ്യനോട് കൂടി മേശയ്ക്കിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതൊരു കുഞ്ഞിൻ്റെ വീക്ഷണമായിരിക്കാം. ഏതായാലും അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് താങ്കൾ മൃഗത്തെ പോലെ തിന്നുന്നു എന്നൊന്നും ഡൊമിനിക് സാവിയോ പറയുന്നില്ല. പക്ഷെ അവൻ്റെ സങ്കടമാണിത്. വെറുതെ ഒരു നന്ദിയുമില്ലാതെ മൃഗത്തെ പോലെ തിന്നുന്ന ഒരാളുടെ കൂടെ മേശയ്ക്കിരിക്കാൻ എങ്ങനെ സാധിക്കും? നിങ്ങളുടെ വീട്ടിലെ മേശയ്ക്ക് ചുറ്റും മൃഗങ്ങൾ അണിനിരക്കുന്ന അവസ്ഥയെ ആണോ നിങ്ങളുടെ ഭക്ഷണ സമയങ്ങൾ കാണിച്ചു തരിക എന്നൊരു അല്പം കുസൃതി കലർന്ന എന്നാൽ സീരിയസ് ആയ ഒരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഉടൻ തന്നെ ഉത്തരം പറയും, ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ദിവസം. കാരണം അവൻ്റെ ഉള്ളിലുള്ള മിസ്റ്റിക് ഭാവം ആ ഒരു സംഗമത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാല്യത്തിൻ്റെ വഴിത്താരയിലേക്ക് ഞാൻ നടന്നു പോവുകയാണ് മനസ്സുകൊണ്ട്. ഈ ഫസ്റ്റ് കമ്മ്യൂണിന് വേണ്ടിയുള്ള ഒരുക്കം, അതൊരു ഒരുക്കം തന്നെയായിരുന്നു. അന്നൊക്കെ വൈദികർ പറഞ്ഞു തരും, നിങ്ങളുടെ മനസ്സും ശരീരവും ഹൃദയവും ചിന്തകളും വികാരങ്ങളും എല്ലാം ശുദ്ധമായിരിക്കണം. കാരണം ശുദ്ധിയുടെ ശുദ്ധിയായ ദൈവമാണ്, ഈശോയാണ് അകത്തേക്ക് വരിക. അന്നൊക്കെ വാവാ യേശുനാഥ എന്നൊക്കെ പാടുമ്പോൾ തോന്നിയിരുന്നൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ അതിരാവിലെ കൂട്ടുകാരത്ത് മത്സരിച്ച് ഞാൻ ആദ്യം ചെല്ലുമെന്ന മട്ടിൽ പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു സൗന്ദര്യം. ഈ ക്രിസ്മസ് കാലത്തൊക്കെ തണുപ്പിഴയുന്ന പ്രഭാതങ്ങളിൽ വഴിയിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഇടക്ക് തീ കൂട്ടിക്കായുന്ന ആളുകൾ, അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ, പിന്നെ പള്ളിയിലേക്ക് ചെന്ന് പള്ളി തുറക്കുന്നവരെ കാത്തിരിക്കുന്നതിൻ്റെ സുഖം, ഇതൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ചെറുകാലത്ത് ഉണ്ടായിരുന്നിരിക്കണം. ഡൊമിനിക് സാവിയോ അങ്ങനെ ഒരു ഒരുക്കം നടത്തിയിരുന്ന ആളാണ്. ഫസ്റ്റ് കമ്മ്യൂണിന് ഒരുക്കമായിട്ടുള്ള ദിവസം, ആ ദിവസം ഒരുക്കത്തിന് വേണ്ടി 5 മണിക്കൂറിലേറെയാണ് ഡൊമിനിക് സാവിയോ എടുത്തത് എന്ന് ഓർക്കുക. അതായത് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള കുർബാന തുടങ്ങുന്നതിന് മുമ്പ് 5 മണിക്കൂർ അവൻ ഒരുക്കത്തിന് വേണ്ടി ചിലവഴിക്കുന്നു. ആദ്യം അനുതാപകീർത്തനങ്ങളൊക്കെ ചൊല്ലി മനസ്സുദ്ധമാക്കണം, കുമ്പസാരിച്ച് കഴിഞ്ഞതാണെങ്കിലും വീണ്ടും, പിന്നെ നന്ദി പ്രകടനം, പിന്നെ ക്രിസ്തുവിനെ വരവേൽക്കാൻ വേണ്ടി ഹൃദയം ഒരുക്കി ഇൻവൈറ്റ് ചെയ്യൽ, ഇങ്ങനെ 5 മണിക്കൂർ നീണ്ടു നിന്നു അന്നത്തെ ഒരുക്കം. ഒരുങ്ങിയതിനു ശേഷം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. അവൻ എഴുതുന്നു, സുന്ദരവും സുമോഹനവുമായ സുദിനം തന്നെയായിരുന്നു അത്. കുറേ പ്രതിജ്ഞകളും അവൻ എഴുതി വെച്ചു. അതിലൊന്നാമത്തെ കാര്യം നമ്മളെപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്, പാപത്തേക്കാൾ മരണം. ഓരോ ദിവസവും വിശുദ്ധമായി ആചരിക്കും, അടുക്കൽ കുമ്പസാരിക്കും. ഈശോയും അറിയോ എൻ്റെ അടുത്ത സ്നേഹിതരായിരിക്കും, ആത്മമിത്രങ്ങളായിരിക്കും. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുടെ മുദ്രകളാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുക. വീണ്ടും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ ദർപ്പണം തിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണം മുഴുവൻ ദൂർത്തടിക്കാനുള്ള ആദ്യത്തെ ചാൻസാണ്. ആദ്യത്തെ ചാൻസ് അല്ല, കാരണം മാമോദീസ എന്നുള്ള വലിയൊരു ചടങ്ങിന് ശേഷം രണ്ടാമത്തെ ചാൻസ് ആയിരിക്കാം മിക്കവാറും. ഈ ചാൻസ് എന്ന് പറയുന്നത് എല്ലാവരും ശരിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് കമ്മ്യൂണിയൻ കല്യാണം പോലെ കഴിച്ച് വീട് പണയം വെക്കേണ്ടി വന്ന ആളുകളെയൊക്കെ എനിക്കറിയാം. എക്സാജറേഷൻ അല്ല, ശരിക്കും അങ്ങനെ ചെയ്തവരെ അറിയാം. ഇനി അന്നത്തെ ദിവസത്തെ ആഘോഷം എന്നൊക്കെ പറയുന്നത്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നക്ഷത്ര ഹോട്ടൽ പോലുള്ളൊരു ഹോട്ടലിൽ
ഇങ്ങനൊരു പരിപാടിക്ക് ചെന്ന് പെട്ടുപോയി. പെട്ടതാണോ പെടുത്തിയതാണോ എന്നറിഞ്ഞുകൂടാ, ഓർമ്മ കിട്ടുന്നില്ല. പെട്ടുപോയി എന്ന പദം ഇപ്പോൾ ഉപയോഗിക്കട്ടെ. നിഷ്കളങ്കതയുടെ നൈസർഗിക സൗന്ദര്യമുള്ള പെൺകുഞ്ഞിനെ മേക്കപ്പിലൂടെ വല്ലാത്തൊരു വൈരൂപ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. ആ കുഞ്ഞിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അതിന് അകമ്പടി സേവിച്ച് ഇറച്ചി കച്ചവടം നടത്തുന്ന പോലുള്ള കുറേ സ്ത്രീകൾ, പിന്നെ പാട്ടുകൾ, ആംഗലേയവും മലയാളവും കൂട്ടിച്ചേർത്തുള്ള കുറേ അവതരണങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് കണ്ണിഞ്ചിപ്പിക്കുന്ന കുറേ പരിപാടികൾ, പിന്നെ ഒരു തരത്തിലും തിന്നീർക്കാനാവാത്ത വിധത്തിൽ ഭക്ഷണ കൂമ്പാരങ്ങൾ, മദ്യം വിളമ്പുന്നു മറ്റൊരു വശത്ത്. ഇതിനിടയിൽ ഈശോ മിസ്സിങ് ആയിരിക്കാം. പട്ടണത്തിലെ ഒരു പള്ളിയിൽ മാമോദീസയ്ക്ക് ഒരുക്കം നടക്കുകയാണ്. മാതാപിതാക്കളെത്തി, ജ്ഞാനപിതാക്കളെത്തി, ബന്ധുക്കളെത്തി, മിത്രങ്ങളെത്തി, എല്ലാം എത്തി. ഒരാളെ മാത്രം കൊണ്ടുവരാൻ മറന്നുപോയി. ഈ മാമോദീസയ്ക്ക് ഒരുക്കപ്പെട്ട കുഞ്ഞിനെ എടുക്കാൻ എല്ലാവരും മറന്നുപോയത്രേ. അങ്ങോട്ടും ഇങ്ങോട്ടും ധരിച്ചു അയാൾ കൊണ്ടുവന്ന് കാണും, ഇയാൾ കൊണ്ടുവന്ന് കാണുമെന്ന്. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ആളെ മറന്നുപോയി. കുളിപ്പിച്ച് കൊച്ചില്ലാതായി മാറി എന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ചങ്ങാതിമാരെ, നിങ്ങളുടെ ഈ ഫസ്റ്റ് കമ്മ്യൂണിയൻ, ബാപ്റ്റിസം മുതലായവയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ജീസസ് ഈസ് മിസ്സിങ് സംവെയർ. ഈശോ എവിടെയൊക്കെയോ മിസ്സായി പോകുന്നില്ലേ? എവിടെയൊക്കെയല്ല, പൂർണ്ണമായിട്ടും ഈശോ മിസ്സായി പോകുന്ന ഒരനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡൊമിനിക് സാവിയോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യത്തിൻ്റെ ഈ വൈരൂപ്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡൊമിനിക് സാവിയെ എപ്പോഴും നയിച്ചിരുന്ന മറ്റൊരു ചിന്തയുണ്ട്, കാവൽ മാലാഖമാരെക്കുറിച്ചുള്ള ചിന്ത. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഈ കാവൽ മാലാഖ എന്ന കോൺസെപ്റ്റിനെ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചെറുപ്പത്തിൽ പലരും കണ്ടു കാണും, ഒരു പഴയകാല പിക്ചർ കണ്ടത് ധ്യാനപൂർവ്വം നെഞ്ചോട് ചേർത്ത ആളാണ് ഞാൻ. അതായത് വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലം, മെല്ലെ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്ന പാലത്തിലൂടെ ചേച്ചിയും അനുജനും സഞ്ചരിക്കുന്നു. അവരെ താഴേക്ക് വീണ് പോകാതെ സൂക്ഷിക്കുവാൻ വേണ്ടി കരുണയോട് നിൽക്കുന്ന കാവൽ മാലാഖ. ഈ ചിത്രം ചെറുപ്പത്തിൽ മനസ്സിൽ പതിഞ്ഞ ചിത്രമാണ്. എൻ്റെ പോലെ ഒരുപാട് പേരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കപ്പെട്ടൊരു ചിത്രമായിരുന്നിരിക്കും ഈ കാവൽ മാലാഖയുടെ ചിത്രം. ഡൊമിനിക് സാവിയോയ്ക്കും എപ്പോഴും ഊർജം പകർന്നിരുന്ന ഒരു ചിന്തയാണ് കാവൽ മാലാഖയുണ്ട് എന്നൊരു ചിന്ത. സ്കൂളിലേക്ക് നടന്നേ പോകൂ, അത് 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഒരു ദിവസം ഒരു വെയിലത്ത് 2 മണിക്ക് ഉച്ചയ്ക്ക് നടക്കുന്ന അവനെ നോക്കി അല്പം കരുണയുള്ള ഒരാൾ ചോദിച്ചു, കുഞ്ഞേ, ഇങ്ങനെ നിനക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയില്ലേ? നിനക്ക് തളർച്ച വന്നിട്ടില്ലേ? അപ്പോൾ ഡൊമിനിക് സാവിയോ മറുപടി പറയുന്നു, ഏയ്, എങ്ങനെയാണ് ഒറ്റക്കാവുന്നത്? കാവൽ മാലാഖ കൂടെയുണ്ട്, ഞാനതിനോട് സംസാരിക്കും, മാലാഖ എന്നോട് സംസാരിക്കും. അപ്പോൾ പാതി വഴിയിൽ വെച്ച് തന്നെ യാത്ര തീർന്ന പോലെയുള്ള ഒരവസ്ഥയാണ്. നല്ല സുഹൃത്തുണ്ടെങ്കിൽ യാത്രയുടെ ദൈർഘ്യം പകുതിയായി വെട്ടിച്ചുരുക്കപ്പെടുമല്ലോ. ഇങ്ങനൊരു ചിന്ത മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത്. ഈ കാവൽ മാലാഖ എന്നൊരു കോൺസെപ്റ്റൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഏതൊക്കെയോ വീണ മാലാഖമാരുടെ വഴികളിലൂടെ പോയി കുട്ടികൾ സ്വർഗത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം ഏതൊക്കെയോ നരകത്തിൻ്റെ പൊള്ളലിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം. ഇപ്പോഴത്തെ 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വല്ലാതെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് നഗരത്തിലിരിക്കുന്ന ഞാൻ മാത്രമല്ല, ഗ്രാമത്തിലുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞ് കാവൽ മാലാഖമാർ വഴി നടത്തുന്ന വഴികളിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അതോ അവരൊക്കെ വേറെ ഏതൊക്കെയോ വഴികളിലൂടെയാണോ പോകുന്നത്? ഒറട്ടറിയിൽ, ഡോൺ ബോസ്കോയുടെ ഒറട്ടറിയിൽ എത്തിച്ചേർന്ന ഡൊമിനിക് സാവിയോയോട് ഡോൺ ബോസ്കോ പറയുന്നു, നിന് കുറച്ച് നല്ല തുണിയുണ്ട്. നല്ല തുണിയോ? അതെന്താണ്? ഡോൺ ബോസ്കോ പറയുന്നു, അതായത് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒരു ഉടുപ്പുണ്ടാക്കുകയാണ്, നിനക്ക് നല്ലൊരു ഉടുപ്പായി മാറാൻ സാധിക്കും. അവൻ്റെ മറുപടി, ഞാൻ തുണിയും അങ്ങ് തയ്യൽക്കാരനുമാണ്, എന്നെ അങ്ങ് കൊണ്ടുപോകണം, കർത്താവിന് സുന്ദരമായൊരു ഉടുപ്പാക്കി എന്നെ മാറ്റണം. നല്ലൊരു അധ്യാപകൻ നല്ലൊരു തുന്നൽക്കാരനാണ്. അയാൾ ഏറ്റവും സുന്ദരമായ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും അമൂല്യമായ ഒരു വസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്നു.
ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വസ്ത്രം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അത്ഭുത ബാലന്മാരൊക്കെ ഉണ്ടാവുക. ഈ പുസ്തകം സാധാരണ ജീവിതം നയിച്ച നിഷ്കളങ്കത കൊണ്ട് ലോകത്തെയും ദൈവത്തിൻ്റെ ഹൃദയത്തെയും കീഴ്പ്പെടുത്തിയ ഒരാളുടെ കഥയാണ്. ഈ വഴികളിലൂടെയൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള സ്നേഹം നിറഞ്ഞ ഒരു സജഷൻ ഇതാണ്: കുട്ടികളെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ വഴിയിലേക്കൊക്കെ ഒന്ന് നടത്തണം. അവരിങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും വലിയ വലിയ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് ഹൃദയത്തെ തൊടുന്ന കാര്യങ്ങളും ഹൃദയത്തെ തൊട്ട് നിൽക്കുന്ന വിശുദ്ധരുടെ കാര്യങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നൊക്കെ ഇവരും ധ്യാനിച്ചു തുടങ്ങും. പതുക്കെ പതുക്കെ സ്നേഹമായി അവർ മാറുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.